ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഒരു അടിപൊളി എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ശ്രുതിയുടെ പുതിയ ഗർഭം ഉണ്ടല്ലോ, അത് നമ്മുടെ സച്ചിയും ചന്ദ്രമതിയും കൂടി കയ്യോടുകൂടി തന്നെ പൊളിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ്. മറ്റൊന്നുമല്ല, ശ്രുതിയുടെ നിർബന്ധപ്രകാരം ശ്രുതിയെ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് തീരുമാനിച്ച ചന്ദ്രമതി സച്ചിയോട് സഹായം ചോദിക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയെയും കൂട്ടി നമ്മുടെ ചന്ദ്രമതി ശ്രുതിയെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ആ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഭാമയാണെങ്കിൽ നമ്മുടെ ശ്രുതി പ്രഗ്നൻ്റ് ആണെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് സ്വീറ്റ്സും ഒക്കെ ആയിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് എത്തുന്നുണ്ടല്ലോ. ശ്രുതിയാണെങ്കിൽ ഇതുകൂടി അറിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രുതിയെ മിസ് ചെയ്യുന്നുണ്ട്. ശ്രുതിയെ പോയി കൂട്ടിക്കൊണ്ട് വരുമെന്നൊക്കെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്. എന്നാൽ ആ സ്വീറ്റ്സ് പോലും വാങ്ങിക്കാതെ ഭാമയെ ചന്ദ്രമതി അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം അവളുടെ അടവുകളാണെന്നുള്ള പുതിയ വീട്ടിലേക്ക് തിരിച്ചു കയറാനായിട്ടുള്ള തന്ത്രമാണെന്ന് നമ്മുടെ ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ഒരിക്കലും ആ കള്ളിയെ ഇവിടേക്ക് കൊണ്ടുവരില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാൽ രവീന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും അത് നമ്മളുടെ മകന്റെ കുട്ടിയാണ്, ഈ സമയത്ത് അവളുടെ കൂടെ എല്ലാവരും ഉണ്ടാവണം, അവൾക്ക് സന്തോഷം വേണം, അതിന് അവളെ പോയി കൂട്ടിക്കൊണ്ടുവരാനാണ് രവീന്ദ്രൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, അതെ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം, അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോവാണെന്ന്. എന്നാൽ ചന്ദ്രമതിയുടെ തീരുമാനം കടുത്തതായിരുന്നു കേട്ടോ. എന്തായാലും നീ അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ ഒരിക്കലും നിന്റെ അമ്മയെ ഇനി നീ കാണില്ല എന്ന് പറയുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ ശ്രുതി ആകെ അങ്ങ് കുഴപ്പത്തിലാവുകയാണ് കേട്ടോ. അമ്മ വേണോ ഭാര്യ വേണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ രവീന്ദ്രൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴേക്കും രേവതിയും സച്ചിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛമ്മ വരുന്ന സമയത്ത് അച്ഛൻ ഏറെ സന്തോഷത്തിലാണല്ലോ, പിന്നിപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്താണ് രവീന്ദ്രൻ ശ്രുതി പ്രഗ്നൻ്റ് ആണെന്നും ശ്രുതിക്ക് വിളിച്ചുകൊണ്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ശ്രുതി വന്നാൽ ചന്ദ്രമതി ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സച്ചിയോടും രേവതിയോടും പറയുന്നത്. ഇങ്ങനെ രവീന്ദ്രന്റെ വിഷമം കാണുമ്പോൾ സച്ചിക്കും രേവതിക്കും ഭയങ്കര വിഷമമാവുകയാണ് കേട്ടോ. കാരണം ശ്രുതി പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും, എന്നാൽ അത് അമ്മയോട് ഒരിക്കലും പറയാൻ പാടില്ലെന്നാണ് ചന്ദ്ര പറഞ്ഞിരിക്കുന്നത്. ഇപ്പം തന്നെ അമ്മയ്ക്ക് വിഷമമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അമ്മയിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്, എന്നാൽ ഇതെങ്ങനെയാടാ മറച്ചു വെക്കാൻ കഴിയാന്നൊക്കെ സച്ചിയോട് പറയുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ഒന്നും വിഷമിക്കാതെ അമ്മയെ പറഞ്ഞ് എങ്ങനെയെങ്കിലും മനസ്സിലാക്കിച്ചിട്ട് നമുക്ക് അച്ഛമ്മയോട് കാര്യങ്ങളെല്ലാം പറയാനേ. ഈ സമയം രേവതിയും പറയുന്നുണ്ട്, അതേച്ചാ, ശ്രുതി പ്രഗ്നൻ്റ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ അവളെ അവോയ്ഡ് ചെയ്യുന്നത് ശരിയല്ല. അച്ഛമ്മയോട് പറഞ്ഞില്ലെങ്കിൽ അത് അച്ഛമ്മ പിന്നീട് അറിയുമ്പോൾ അത് അച്ഛമ്മയ്ക്ക് ഒരുപാട് വിഷമമാകുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ചന്ദ്രമതി മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ, എടാ നീ എന്താ പറഞ്ഞത്? ആ പെരുങ്കളിയെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നിങ്ങളെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തുവല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചന്ദ്രേ, ഇത് ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ടല്ല, അവളെ കൂട്ടിയിട്ട് വരുന്നത് നമ്മുടെ മകന് വേണ്ടിയിട്ടാണെന്നേ. ഓ, മകന്? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അത് ശ്രുതി ഒരു അച്ഛനാവാൻ പോവല്ലേ, അപ്പൊ പിന്നെ ശ്രുതിയുടെ ആ സന്തോഷം നമുക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ ചന്ദ്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ഇപ്പൊ അമ്മയോട് പോയി ഈ കാര്യങ്ങൾ പറഞ്ഞ അമ്മ ആ പെരുങ്കള്ളിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വരും. എന്നാ പിന്നെ ഈ ചന്ദ്ര ഈ വീട്ടിൽ കാണില്ല, ഞാൻ ആ കാര്യം പറഞ്ഞേക്കാന്നേ. എന്നാൽ വീണ്ടും രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ, നീ ഒന്നും മനസ്സിലാക്ക്, നമ്മുടെ മകന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത്, അവള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാ ഇനി അങ്ങനെ കൂട്ടിയിട്ട് വരാതിരിക്കുന്നേനെ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ, നിങ്ങൾ ഇതുപോലെ മണ്ടന്മാരായി പോകുന്നുണ്ടല്ലോ. അവളെ ഇപ്പൊ വിചാരിച്ചു വെച്ചിരിക്കുന്നതേ അവള് പറയുന്ന എല്ലാ കള്ളത്തരങ്ങളും വിശ്വസിക്കുന്ന കുറെ മണ്ടന്മാരാണ് ഈ വീട്ടിലുള്ളതെന്ന്. അവള് പ്രഗ്നന്റ് ഒന്നും അല്ലെന്ന് എനിക്കറിയാം, എന്നാലേ അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട്.
എന്നാൽ രവീന്ദ്രൻ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രൻ, ഒരിക്കലും ഒരു പെണ്ണും പ്രഗ്നന്റ് ആണെന്ന് കള്ളത്തരം പറയില്ല, അതങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി അതിനെതിരെ നല്ല മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. രവീന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, ചന്ദ്രേ, നമ്മുടെ മകന്റെ ഭാര്യയല്ലേ, കെട്ടുതാലി പോലും അഴിച്ചിട്ടില്ല, ഇനിയിപ്പോ നമുക്ക് അമ്മയോടെല്ലാം പറഞ്ഞിട്ട് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വരാന്നാണേ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങളോട് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്, അവൾ ഒരിക്കലും പ്രഗ്നന്റ് അല്ല, സുധി അച്ഛനാവാനും പോകുന്നില്ല, അവൾ വീണ്ടും വീണ്ടും കള്ളത്തരങ്ങൾ പറയുന്നതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ആ പെരുങ്കള്ളിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വലുതെങ്കിൽ നിങ്ങൾ പോയി കൂട്ടിയിട്ട് വന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവൾ ഈ വീട്ടിലേക്ക് വന്നാല് ഈ ചന്ദ്ര പിന്നീട് ഇവിടെ കാണില്ല, ഒരിക്കലും നിങ്ങൾ എന്നെ കാണുകയും ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് ചന്ദ്രമതി അവരുടെ മുമ്പിൽ നിന്ന് അങ്ങ് പോകുന്നത്. നമ്മുടെ സച്ചിൻ, രേവതിയും രവിയും എല്ലാം ആകെ അങ്ങ് ആശയക്കുഴപ്പത്തിലാവുകയാണ് കേട്ടോ. കാരണം ശ്രുതിയെ കൂട്ടിയിട്ട് വരണമെന്നുണ്ട്, എന്നാൽ ചന്ദ്രമതിയുടെ ഇത് നോക്കുമ്പോൾ എന്താ ചെയ്യാന്നും അറിയില്ലല്ലോ. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ചന്ദ്രമതി പോയി കഴിയുമ്പോൾ രവി ഇങ്ങനെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി വന്നിട്ട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രവി പറയുന്നുണ്ട്, എടാ, ആ നമ്മുടെ സുധി അവൻ എന്താടാ പിഴച്ചതെന്നേ. അച്ഛൻ സമാധാനമായിട്ടിരിക്കുക, അമ്മയേക്കാൾ വലുത് നമുക്ക് മറ്റാരും അല്ലല്ലോ, നമുക്ക് ഈ വിഷയം തൽക്കാലത്തേക്കിന് അങ്ങ് വിടാന്ന് സച്ചിയും പറയുന്നുണ്ട്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ഇനി ഒരു കാര്യം പറയാം, സുധി എന്ത് തീരുമാനം എടുത്താലും അവൻ്റെ കൂടെ നമുക്ക് നിൽക്കാം, അല്ലാതെ വേറൊരു വഴിയില്ലെന്നേ. അങ്ങനെ രേവതിയും പറയുന്നുണ്ട്, അതാ നല്ലതെന്ന്. എന്നാ സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്, അമ്മ പറഞ്ഞതുപോലെ ഇനി അവള് കള്ളത്തരം പറയുന്നതാണെങ്കിലോന്നേ. അങ്ങനെ ഒരിക്കലും ഇല്ല എന്ന് രവീന്ദ്രൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തിനെയാണ്. വർഷയുടെ അടുത്തിരുന്നിട്ട് അച്ഛമ്മ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇനി മോള് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, നല്ല ഫുഡ് കഴിക്കണം, അതിനനുസരിച്ചിട്ടായിരിക്കും മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ വളർച്ചയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ അടുത്തിരിക്കും തോറും നമ്മുടെ ശ്രീകാന്തിന് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ പറഞ്ഞ് വേദന അനുഭവിക്കേണ്ടി വരും, കുറച്ച് വേദന അനുഭവിച്ചാലേ നല്ല കുഞ്ഞിനെ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ വർഷയ്ക്ക് വീണ്ടും ടെൻഷൻ ആവുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, അതെ, ഞങ്ങളൊക്കെ നേരത്തെ ഉരലിൽ കുത്തിയിട്ടൊക്കെ പോയിട്ടായിരുന്നു പ്രസവിച്ചിട്ട് വരുന്നത്, ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം അതൊന്നും അല്ലല്ലോ, അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കെയർ ചെയ്യണമെന്നേ. അപ്പോഴേക്കും പെട്ടെന്ന് വർഷം ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛമ്മേ, ഉരലിങ്ങനെ കുത്തുമൊക്കെ ചെയ്താൽ പ്രസവ വേദന കുറയുമോന്നേ? അങ്ങനെയൊന്നും കുറയില്ല, എന്തായാലും കുറച്ച് വേദന അനുഭവിച്ചേ മതിയാവുന്നേ. ഇതുകൂടെ കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ടെൻഷൻ ആവുന്നുണ്ട്. ഇതിപ്പോ കുളമാക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അച്ഛമ്മ പോയി ഫുഡ് കഴിക്കുന്നു പറയുന്നുണ്ട്. അച്ഛമ്മ പറയുന്നുണ്ട്, അതെ, ഞാൻ എൻ്റെ മോക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛമ്മ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ വർഷ വീണ്ടും വീണ്ടും ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം രേവതി വന്നിട്ട് അച്ഛമ്മയെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനായിട്ട് അച്ഛമ്മ പോയിരിക്കുന്ന സമയത്ത് സച്ചി പിണങ്ങിയിരിക്കുകയാണേ. കാരണം അച്ഛമ്മ ചെവിക്ക് പിടിച്ചല്ലോ. വേദനിച്ചോടാന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛമ്മയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ അച്ഛമ്മ അടുത്ത് വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതെ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത് നിങ്ങളുടെ ഒരു കുഞ്ഞിനെയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനെല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് അച്ഛമ്മയ്ക്ക് അറിയാം. എന്നാലും അച്ഛമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളുടെ കുഞ്ഞിനെയും കൂടി അമ്മയ്ക്ക് ഈ കൈകളിലൊന്ന് എടുത്ത് താലോലിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ സെൻഡി ആവുന്നുണ്ട് കേട്ടോ. ഈ സമയം രേവതിയും പറയുന്നുണ്ട്, അച്ഛമ്മേ, ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അച്ഛമ്മയെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം സച്ചിയും പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ എൻ്റെ അച്ഛമ്മയുടെ മടിയിൽ കിടന്നാണ് ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞിരുന്നത്, അതൊന്നുപോലും നിരസിക്കാതെ അച്ഛമ്മ എനിക്ക് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛമ്മ എന്നോട് രണ്ടേ ആഗ്രഹങ്ങളെ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളൂ, രേവതിയെ പൊന്നുപോലെ നോക്കണമെന്നും ഇപ്പോൾ ഒരു കുഞ്ഞിനെ വേണമെന്നും. രേവതിയെ നോക്കുന്ന കാര്യത്തിൽ ഞാൻ പൊന്നുപോലെ തന്നെയാണ് നോക്കുന്നത്. പിന്നെ അടുത്ത ഒരാഗ്രഹവും ഉടനെ തന്നെ സാധിക്കുമെന്ന് അച്ഛമ്മയ്ക്ക് അവർ വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് രാത്രിയായിട്ടുണ്ട്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ അങ്ങ് കൺഫ്യൂഷനായിട്ട് ഇപ്പം തന്നെ ശ്രുതിയെ കാണണമെന്നുള്ള ഒരാഗ്രഹത്തിൽ ഇങ്ങനെ മുറ്റത്തൂടി ഇങ്ങനെ നടക്കുകയാണ്.
അങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അച്ഛമ്മയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ എന്നേ. അപ്പോഴാണ് അച്ഛമ്മയോട് പറഞ്ഞ ഉറപ്പായിട്ടും അച്ഛമ്മ ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ചന്ദ്രയെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. കാരണം ശ്രുതി ഈ വീട്ടിലേക്ക് കയറി വന്ന ചന്ദ്ര ഇവിടെ കാണില്ലെന്നും കൂടി പറഞ്ഞല്ലോ. അങ്ങനെ ശ്രുതി ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്. കാരണം വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാവുകയാണ് കേട്ടോ. ശ്രുതിയെ കാണുകയും വേണം, തൻ്റെ കുഞ്ഞിനെയും വേണം, അതേസമയം തനിക്ക് തൻ്റെ അമ്മയും വേണമെന്ന്. അങ്ങനെ ശ്രുതി ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം മറുഭാഗത്ത് ചന്ദ്രയും ആകെ ധർമ്മസങ്കടത്തിലാണ് കേട്ടോ. അവള് കള്ളത്തരം പറഞ്ഞത് തന്നെയാണ്. ഇനിയും പണമില്ലെന്നും കൂടി അറിഞ്ഞ് ശ്രുതിയെ ഒരിക്കലും ശ്രുതിയുമായിട്ട് യോജിപ്പിച്ച് പോകാനായിട്ട് ചന്ദ്ര തീരുമാനിച്ചിട്ടില്ല. കാരണം വർഷയേക്കാളും പണക്കാരിയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി തന്നെ ശ്രുതിക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത സ്വപ്നം കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ച് നടക്കുന്ന സമയത്താണ് അച്ഛമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രൻ, ശ്രുതി വിളിച്ചിരുന്നു എന്നേ. ആ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ എന്താ തരാത്തെന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ തിരക്കായിരുന്നു എന്ന് പറയാ കേട്ടോ. എന്നാലും അതിനെ പരിഭവിക്കുന്നുണ്ടെങ്കിലും അച്ഛമ്മ ചോദിക്കുന്നുണ്ട് ശ്രുതി എവിടെയെന്ന്. അത് ശ്രുതി റൂമിലാന്ന് പറയുകയാണേ. ഏത് സമയവും അവൻ എന്തിനാ റൂമിൽ വാതിലടച്ചിരിക്കുന്നത്, അവനോട് ഇങ്ങോട്ടേക്ക് വിളിക്കെന്നും പറഞ്ഞിട്ട് ശ്രുതിയെ വിളിച്ചിട്ട് അച്ഛമ്മ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അച്ഛമ്മയോട് പറഞ്ഞാലോ എന്നേ. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്കും ഭയങ്കര ടെൻഷൻ ആവുകയാണ്. ശ്രുതി എങ്ങാനും പറഞ്ഞു പോവുമോന്നേ. കണ്ണുകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് പറയല്ലെന്നുള്ള കാര്യം. അങ്ങനെ എല്ലാവരും പോയി കിടക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ സഹിക്കാൻ വയ്യാതെ ശ്രുതിയെ വിളിക്കുകയാണ് കേട്ടോ. രാത്രിയിൽ ശ്രുതിയെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ശ്രുതിയെ വിളിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങ് കരയാണ് കേട്ടോ. എന്നാലും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും ശ്രുതി എന്നെ വിളിച്ചില്ലല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തു എന്നേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കും ശ്രുതി, എനിക്ക് എൻ്റെ കുഞ്ഞിനെയും നിന്നെയും ഒക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അമ്മയെ ഓർത്തിട്ടാണെന്നേ. എന്നാലും ശ്രുതി, ഈ ഒരു സന്തോഷ സമയത്ത് എനിക്ക് നീ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ടങ്ങ് നമ്മുടെ ശ്രുതിയെ വലയിൽ വീഴ്ത്തുകയാണ്. അങ്ങനെ ശ്രുതി ഫോൺ കട്ട് ചെയ്യാണ്. ഫോണിൽ കൂടി സംസാരിച്ചു കഴിഞ്ഞ സമയത്ത് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ശ്രുതിയെ കാണാതിരിക്കാൻ വയ്യാട്ടോ. രാത്രിയിൽ ഇങ്ങനെ പതുങ്ങി ഇറങ്ങുന്നുണ്ട്. ശ്രുതിയെ കണ്ടിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട്. ഈ സമയം നമ്മുടെ ചന്ദ്രമതിയാണ് നമ്മുടെ ശ്രുതിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന്. എങ്ങോട്ടാടാ ഈ പാതിരാത്രിക്കെന്ന് ചോദിക്കുന്ന സമയത്ത്, അമ്മേ ഞാനൊരു അച്ഛനാവാൻ പോവല്ലേ, എനിക്ക് ശ്രുതിയെ ഇപ്പം തന്നെ കാണണമെന്ന് പറയാട്ടോ. അങ്ങനെ ചന്ദ്രമതിക്ക് നമ്മുടെ ശ്രുതിക്ക് ഇനി ശ്രുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, താൻ അച്ഛനാവാൻ പോകുന്നെന്നുള്ള വിഷമത്തിലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ചന്ദ്രമതി എത്രയൊക്കെ പറഞ്ഞിട്ടും ശ്രുതി അതൊന്നും മൈൻഡ് ആക്കുന്നില്ല കേട്ടോ. അമ്മയൊന്ന് ചിന്തിച്ച് നോക്ക്. എനിക്കിപ്പോൾ ശ്രീകാന്തിനാണ് അച്ഛമ്മയുടെ മുഴുവൻ സ്വത്ത് കിട്ടുന്നതെന്ന് ഉള്ള വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ദേൻ്റെ വർഷയേക്കാളും മുമ്പാണ് ശ്രുതി പ്രഗ്നൻ്റ് ആയെന്ന് ഭാമയാൻറ്റി പറയുന്നത്. അമ്മയൊന്ന് ചിന്തിച്ചു നോക്കിയേ, എൻ്റെ കുഞ്ഞാണ് ആദ്യം ജനിക്കുന്നതെങ്കിൽ അച്ഛമ്മയുടെ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടില്ലേ, അതുകൂടി ഓർത്തിട്ട് എനിക്ക് സമാധാനമില്ലെന്ന് പറയാട്ടോ. സത്യത്തിൽ നമ്മുടെ ശ്രുതിയും അങ്ങനെ തന്നെയാണ്. തനിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നതിലുപരി സന്തോഷം എന്ന് പറഞ്ഞത് ശ്രുതിയുടെ നോട്ടം നമ്മുടെ അച്ഛമ്മയുടെ സ്വത്തിലേക്ക് തന്നെയാണ്. അതാണിപ്പോൾ ശ്രുതി എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് വരാനായിട്ടും ഇരിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ അവൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി കള്ളത്തരം പറയുന്നതാണെങ്കിലോ എന്നേ. ഒരിക്കലും അല്ല അമ്മേ, എന്തായാലും ഇവളെ കൂട്ടിക്കൊണ്ട് വരണമെന്നും പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് കരയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നിവർത്തിയില്ലാതെ സമ്മതിക്കുന്നുണ്ട്. ശരി മോനെ, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഈ അമ്മ പോയിട്ട് നിനക്കും അമ്മയും നീയും കൂടി നാളെ പോയിട്ട് നമുക്ക് പോയി ശ്രുതിയെ കൂട്ടിയിട്ട് വരാന്നേ. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി മോൻ പോയി സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങുന്നെന്നും പറഞ്ഞ് ചന്ദ്രശ്രുതിയെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ അടുത്ത വഴി ആലോചിക്കുകയാണ് കേട്ടോ. കാരണം ശ്രുതി പ്രഗ്നൻ്റ് അല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ശല്യം ഇനി ഉണ്ടാവില്ലല്ലോ. അത് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത ഐഡിയ. കാരണം അതിനു വേണ്ടിയിട്ട് സഹായം ചെന്ന് ചോദിക്കുന്നത് നമ്മുടെ സച്ചിയുടെ അടുത്താണ് കേട്ടോ. സച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ചന്ദ്രമതി, എടാ എനിക്ക് ഒരു സഹായം ചെയ്യണമെന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇന്നേ വരെ തന്നെ കുറ്റം പറയാനും ശപിക്കാനും അല്ലാതെ നാക്കെടുത്ത് പൊങ്ങിയിട്ടില്ലല്ലോ.
തന്നോടൊരാവശ്യം, ഒരു സഹായം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ എന്താമ്മേ എന്താന്ന് പറഞ്ഞു, ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സച്ചി നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതിയെ നമുക്ക് പോയി കൂട്ടിയിട്ട് വരണം. തന്നെയല്ല, അവളെ നമുക്ക് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി, വർഷയെ കാണിക്കുന്ന ഹോസ്പിറ്റലല്ലേ, അത് നിങ്ങളല്ലേ കൊണ്ടുപോയത്, അപ്പോൾ ആ ഡോക്ടറെ കൊണ്ടുപോയി നമുക്ക് ചെക്കപ്പ് ചെയ്ത് അവൾ പ്രഗ്നൻ്റ് ആണോ എന്ന് ഉറപ്പിക്കണമെന്നേ. നമ്മുടെ സച്ചി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലുമാണ്. ശരി അമ്മേ, ഞാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി വിളിച്ചിട്ട് ഈ കാര്യം നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്. ശ്രുതി, നാളെ തന്നെ ഞാനും അമ്മയും കൂടിയിട്ട് നിന്നെ കൂട്ടിയിട്ട് വരും. അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ ശ്രുതി വിളിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഈ സമയം മീരയും ശ്രുതിയെയാണ് കാണിക്കുന്നത്. ശ്രുതി ഭയങ്കര സന്തോഷത്തിൽ ഈ കാര്യം മീരയോട് പറയുന്നുണ്ട്. എന്നാൽ മീര ചോദിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ ശ്രുതി, നീ പറയുന്നതൊക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും വിശ്വസിക്കുന്ന കുറെ മണ്ടന്മാരാണല്ലോ നിന്റെ ആ വീട്ടിലുള്ളത്. അതുകൊണ്ട് ഏതായാലും നീ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ആ കള്ളത്തരം എല്ലാവരും വിശ്വസിച്ചു. തനിക്ക് ആ വീട്ടിലേക്ക് തെറ്റുകളെല്ലാം മറന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് അവർ വരുമല്ലോന്നേ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ സച്ചിയും ചന്ദ്രമതിയും ശ്രുതിയും കൂടിയിട്ട് മീരയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, അത് നീ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു, അതുകൊണ്ട് തന്നെ നീ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും ഞങ്ങൾ ക്ഷമിച്ച് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നിരിക്കുന്നതെന്നേ. അങ്ങനെ ശ്രുതിയും ചെന്ന് പറയുന്നുണ്ട്. ശ്രുതിയെ കണ്ടതും ശ്രുതി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് രണ്ടുപേരും കൂടി സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീരയോട് യാത്ര പറഞ്ഞിട്ട് ശ്രുതിയെയും കൂട്ടിയിട്ട് അവർ തിരിച്ചു വരികയാണല്ലോ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ഈ വഴി എന്താ പോന്നേ, നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നതെന്നേ. അപ്പോഴാണ് നമ്മുടെ സച്ചി മറുപടി പറയുന്നത്, അതിന് നമ്മളിപ്പോൾ വീട്ടിലേക്കല്ലല്ലോ പോകുന്നത്, നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. പാർലറേട്ടത്തേക്ക് ഇത്രയും നാളായില്ലേ പ്രഗ്നൻ്റ് ആയിട്ട്, അതും വർഷേക്കാളും മുന്നുള്ളതല്ലേ, അപ്പൊ പിന്നെ ഇനി ചെക്കപ്പുകളൊന്നും വൈകിക്കൂടാ, അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നേനെ. ഹോസ്പിറ്റലിലേക്കൊന്ന് ഞെട്ടിയടിച്ച് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്. എന്നാ ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ്. കുഞ്ഞു വരാൻ പോകുന്നു, ശ്രുതി തിരിച്ചു വന്നു, അച്ഛമ്മയുടെ സ്വത്തുക്കൾ മുഴുവൻ ഇപ്പൊ കിട്ടുമെന്നുള്ള സന്തോഷത്തില്. എന്നാൽ നമ്മുടെ ശ്രുതി ആകെപ്പെട്ടിരിക്കാണ്. നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ കള്ളത്തരങ്ങൾ നമ്മുടെ ചന്ദ്രമതി തന്നെ പൊളിക്കാൻ പോവാണല്ലോ. നേരെ നമ്മുടെ ശ്രുതിയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ എന്താണെന്ന് അറിയും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. എന്തായാലും നമ്മുടെ ശ്രുതിയുടെ ഈ ഗർഭകള്ളത്തരം പൊളിയുക തന്നെ ചെയ്യൂട്ടോ. ഇതെല്ലാം നമ്മുടെ അച്ഛമ്മ അറിഞ്ഞിട്ട് ശ്രുതിയെ വീണ്ടും വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് ശ്രുതി കല്യാണം കഴിച്ചെന്നും ഒരു കൊച്ചുണ്ടായെന്നും ഒഴികെയുള്ള ബാക്കി കള്ളത്തരങ്ങളെല്ലാം സമ്മതിച്ചുകൊണ്ട് ശ്രുതി വീണ്ടും നമ്മുടെ ചന്ദ്രോദയത്തിലേക്ക് തിരിച്ച് കയറുന്നുണ്ട്. അതിനുശേഷമായിട്ട് നമ്മുടെ ചന്ദ്രമതി ശ്രുതിക്കിട്ട് നല്ല പണിയും കൊടുക്കുന്നുണ്ട്. ശ്രുതിയും തമ്മിൽ നല്ല രീതിയിൽ അകറ്റുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് കിടത്താതെയും അവരെ ശ്രുതിക്കിട്ട് നല്ല പണി തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള എല്ലാ പണികളും നമ്മുടെ ചന്ദ്രമതി പയറ്റി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ സച്ചിയും ചന്ദ്രയും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.